പെന്തക്കോസ്തരുടെ ആഭരണ വർജനവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഒരു വീഡിയോയിൽ ഞാനും ഹാലരിയുടെ എഡിറ്റർ സാമ്പുട്ടി ചക്കോയും ചേർന്ന് പറയുകയുണ്ടായി. അതിനകത്ത് ചില ആളുകൾ തെറ്റിദ്ധാരണ ആയിട്ട് എന്തൊക്കെ മനസ്സിൽ കരുതുകയും ചിലരൊക്കെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണോ അവർ പ്രതികരിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആഭരണം ധരിക്കണം എന്ന് ആരും അതിനകത്ത് ഒരു വാക്കുപോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ ബൈബിളിൽ ഒരു ഉപദേശ രൂപേണ ആ ഭാഗം പ്രതിപാദിക്കാതിരിക്കെ, സ്ലീഹന്മാർ പറയാതിരിക്കെ, കർത്താവിനെ കുറിച്ച് സൂചിപ്പിക്കാതിരിക്കെ തന്നെ അതൊരു ഉപദേശമാക്കിക്കൊണ്ട് നിർബന്ധമായി സഭയിൽ ആഭരണവർജനം നടപ്പിലാക്കിയ നടപടിയോടാണ് ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശത്തെ രൂപേണ പുതിയ നിയമസഭയിൽ അതേക്കുറിച്ച് ആരും പ്രതിപാദിക്കാത്തത് കൊണ്ട് ആരെങ്കിലും ചെറിയ രീതിയിലുള്ള ചെറിയ കമ്മലോ എന്തെങ്കിലും മാലയോ ചെറിയ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ, അതിൽ കുറ്റം ആരോപിച്ച് അവരെ അനാത്മീയരായി കരുതി അവരെ ഒഴിവാക്കരുത് എന്നാണ് ഞങ്ങളന്ന് സൂചിപ്പിച്ചത്. അതേസമയം തന്നെ വില കൂടിയ വസ്ത്രം ധരിക്കുന്നതും കോടികളുടെ കാറുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും കോടികളുടെ വീടുകൾ പണിയുന്നതും സ്വർണ്ണ വാച്ചും സ്വർണ്ണ ചെയിനും ഉപയോഗിക്കുന്നതും തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ ഒരു ആഭരണം, ഒരു കടുക്കനോ എന്തെങ്കിലും ചെറിയ മാലയോ ഇട്ടാൽ അത് മഹാപാപമായി ചിത്രീകരിക്കുകയും മതാരാത്മീയതയായി കാണുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള മറുപടികളാണ് പലരും അതിന് നൽകിയത്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, ആഭരണം ധരിക്കാതിരിക്കുന്നത് നല്ലത്. ഇന്ന് അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈബിളിലെ ധരിക്കാതിരിക്കുന്നത് ബൈബിളിന്റെ ഉപദേശമായിട്ട് കാണരുത്. ധരിച്ചാൽ അതൊരു പാപമോ ബൈബിൾ വിരുദ്ധതയായിട്ടോ കാണരുത്. ഇതാണ് ഞങ്ങളത് സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാമിന്റെ ഒരു വീഡിയോ പുറത്തു വന്നത്, അതിന്റെ കറക്റ്റായി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ IPCയുടെ ഭരണഘടനയിൽ അതേക്കുറിച്ചൊരു സൂചനയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ ഫിലിപ്പി തോമസ് പറയുന്നു, അദ്ദേഹം പഞ്ചാബിൽ പോയപ്പോൾ അദ്ദേഹവും അവിടുത്തെ ശുശ്രൂഷകന്മാർ, ചില ആളുകൾ, നേതാക്കന്മാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ആഭരണധാരികളായിരുന്നു. അതോടൊപ്പം പാസ്റ്റർ വത്സൻ എബ്രഹാം വീണ്ടും പറയുന്നു, കുമ്പനാട് കൺവെൻഷൻ എത്തിയ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന സകല ആളുകളും ആഭരണം ധരിച്ചവരായിരുന്നു. അവരുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും തന്നെ അവരുടെ കൾച്ചറിന്റെ ഭാഗമായി അവർ ആഭരണം ധരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ആഭരണം ധരിക്കാതിരിക്കുന്നത് നല്ലത് എന്നാണ് പാസ്റ്റർ വത്സൻ എബ്രഹാമും അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, ഇതിൽ കൾച്ചറിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, ബൈബിളിലെ ഉപദേശമായിട്ട് കാണരുത്. എന്നാൽ ആഭരണം ധരിക്കാതിരിക്കുന്നത് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 6 വർഷം മുമ്പ് ഹാർവസ്റ്റ് TVക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോയുടെ കുറെ ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നിങ്ങളെ ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ നിലപാടും അത് തന്നെയാണ് എന്ന് പ്രിയ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വീണ്ടും പറയുന്നു, നമ്മൾ ചെറിയൊരു മാലയോ കമ്മലോ ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് വന്നൊരു സ്ത്രീ ധരിച്ചാൽ അതിൽ കുറ്റം ആരോപിക്കുമ്പോൾ അതിന്റെ 10 മടങ്ങ് കൊടും ഭീകരമായ പാവപ്രവൃത്തികളാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും നടക്കുന്നത് എന്നുകൂടി നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് ചെയ്തത് കൊണ്ട് ആഭരണം ധരിച്ചോട്ടെ എന്നതിനെ ന്യായീകരിക്കുകയല്ല, ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യമാണത് എന്ന് പാസ്റ്റർ വത്സൻ എബ്രഹാം പറയുന്നു. അത് കൾച്ചറിന്റെ ഭാഗമാണെന്ന് പറയുന്നു. അത് തന്നെയാണ് ക്രൈസ്തവെന്ന കഴിഞ്ഞ ദിവസം സാങ്കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ അത് എടുത്തെടുത്ത് പറഞ്ഞത്. ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, ബൈബിളിൽ ഉപദേശ രൂപേണ എന്തെങ്കിലും ഒരു കാര്യം സ്വർണം ധരിക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂചന ഇല്ല. ബൈബിളിലെ സ്വർണം ധരിക്കാതിരുന്നാൽ മറ്റു പലതും നമ്മൾ വർജിക്കേണ്ടതായിട്ട് വരും. അത് വിശദീകരിക്കാനുള്ള സമയം ഇവിടെ ഇല്ല. പാസ്റ്റർ വത്സൻ എബ്രഹാമിന്റെ ആ ഒരു നല്ല വീഡിയോ 6 വർഷം മുമ്പ് അദ്ദേഹം ചെയ്തതാണ്. അതിന്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കൊടുക്കുന്നതിന്റെ അവസാനത്തെ ഭാഗം IPCയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്, ആഭരണ വിഷയമല്ലത്. അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് ആരും പറയരുത്. ആഭരണവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ഭാഗങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട്, പെന്തക്കോസ്തിന്റെ സ്കോളേഴ്സ് ആയ ആളുകൾ, ബൈബിളിൽ
PhD എടുത്ത ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ കൂടെ ചേർന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം ആഭരണം ധരിക്കാറില്ല. അവരുടെ തലമുറയിലുള്ള ആളുകൾ, അവരുടെ മക്കൾ, മറ്റു ബന്ധുക്കൾ കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ IPCക്കാർ തന്നെ ആഭരണം ധരിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. അപ്പൊ ലോകത്തില് 60 കോടി പെന്തക്കോസ്തർ ഉള്ളതിൽ കേരളത്തിലെ 2-3 ലക്ഷം ആളുകളാണ് ഈ ആഭരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആത്മീയതയും അനാത്മീയതയെയും കുറിച്ച് സംസാരിക്കുന്നത്. ഇത് ശരിയല്ല. ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ ഉപദേശം എന്താണ്? സ്ലീഹന്മാർ എന്ത് പറയുന്നു? എന്ത് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ അടിസ്ഥാനമായി നമ്മൾ ആധാരമായി കാണേണ്ടത്. അത് ബേസ് ചെയ്താണ് ഇവിടെ പാസ്റ്റർ വത്സൻ എബ്രഹാമും പാസ്റ്റർ ഫിലിപ്പി തോമസും ഈ ഇന്റർവ്യൂവിൽ പറയുന്നത്. ദയവായി നിങ്ങൾ മനസ്സ് വെച്ചത് കേൾക്കുക. ഞങ്ങൾ പറഞ്ഞ അതും കേൾക്കുക, ഇതും കേൾക്കുക. ഇതിൽ എവിടെയാണ് പാളിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞാൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. പാസ്റ്റർ വത്സൻ എബ്രഹാം പറഞ്ഞ അതേ ആശയം 100% ശരിയാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പ്ലീസ് നിങ്ങളൊന്ന് കേട്ടാട്ടെ, എന്നിട്ട് നിങ്ങൾ ഇനി അഭിപ്രായം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പറയുന്നതൊക്കെ നമ്മൾ സഹോദരന്മാരാണ്, ഒരു വിഷയം നമ്മൾ സ്റ്റഡി ചെയ്യാണ്. അതുമായി ബന്ധപ്പെട്ട സഭ്യമായ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മളെല്ലാം സഹോദരന്മാരാണ് എന്നുള്ള ധാരണയിൽ നല്ല ഭാഷയിൽ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഇപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പാസ്റ്റർ വത്സൻ എബ്രഹാം, താങ്കൾ കഴിഞ്ഞ ദിവസം ഹാർവസ്റ്റ് TV-യിൽ ചെയ്ത ഇൻ്റർവ്യൂവിൽ ആഭരണധാരണത്തെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ കൂട്ടിമാറ്റി ദുർവ്യാഖ്യാനം ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഇലക്ഷനിൽ അത് താങ്കൾക്കെതിരെ ഉപയോഗിക്കേണ്ടതിന് ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന്, താങ്കൾ ആഭരണധാരണത്തിന് അനുകൂലിയാണെന്നും കേരളത്തിലെ ദൈവമക്കൾ ആഭരണം ധരിക്കാൻ അനുവാദം കൊടുക്കുന്നെന്നും അടുത്ത കുമ്മനാട് കൺവെൻഷന് ഏതോ ജുവലറിയുടെ സ്റ്റോള് ഹെബ്രോൻപുരത്ത് ഉണ്ടായിരിക്കുമെന്നും കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് 10% ഡിസ്കൗണ്ട് കൊടുക്കുമെന്നും ഒക്കെയാണ് അങ്ങയുടെ എതിരാളികൾ, അഥവാ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കരുതെന്ന് വാശിയുള്ളവർ നേരിട്ടും അവരുടെ ബിനാമികളെ കൊണ്ടും പ്രചരിപ്പിക്കുന്നത്. താങ്കളുടെ ഇൻ്റർവ്യൂവിൽ എന്താ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഈ കഴിഞ്ഞ 52 വർഷത്തിൽ ഒരിക്കലും അത് വേർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ബാലൻസ് ചെയ്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരുന്നു. ആ എക്സ്പ്ലനേഷൻ്റെ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പേ അവിടെ കട്ട് ചെയ്ത് ആ ഭാഗം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. അപ്പോൾ താങ്കളുടെ പ്രസംഗത്തിലോ ടീച്ചിങ്ങിലോ ഒരു രാജ്യത്തും ആഭരണധാരണത്തിന് അനുകൂലമായി പറയുകയോ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. താങ്കളെപ്പോലെ തന്നെ ഞാനും പെന്തിക്കോസിലെ ഒരു 3-ാം തലമുറക്കാരനാണ്. ഈ 68 വയസ്സായി എനിക്ക്. എൻ്റെ ഓർമ്മയിൽ ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ പ്രാരംഭകാലം മുതൽ തന്നെ മലയാളികളുടെ ഇടയിൽ ആഭരണവർജനം നമ്മൾ ആചരിക്കുകയും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇതര ജാതിക്കാർ, മതക്കാർ, സംസ്കാരത്തിലുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ആഭരണം വർജിക്കണമെന്ന് നമ്മളെ നിർബന്ധിക്കാറുമില്ലായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. IPCയുടെ ഭരണഘടനയിലോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്തിലോ വിശ്വാസ പ്രമാണത്തിലോ ആഭരണവർജനം പരാമർശിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ മലയാളക്കരയ്ക്കപ്പുറത്തേക്ക് സുവിശേഷം എത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടെ ഭരണഘടനയിൽ ആ വിഷയത്തെക്കുറിച്ച് മൗനം അവലംബിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വർഷം പഞ്ചാബിൽ നമ്മുടെ ആദരണീയ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ ലോക്കൽ ചർച്ചിൽ കൺവെൻഷന് പ്രസംഗിക്കുകയും അദ്ദേഹം നടത്തിയ കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ ഞാനും അദ്ദേഹവും ചുരുക്കം ചില മലയാളികൾ ഒഴിച്ച് എല്ലാവരും ആഭരണധാരികളായിരുന്നു. അപ്പോൾ ഒരു വശത്തുകൂടെ ആഭരണം ധരിക്കരുതെന്ന് പറയുകയും നമ്മുടെ ലീഡേഴ്സിൽ പലരും തന്നെ മധ്യ തിരുവിതാംകൂറിലും കേരളത്തിന് പുറത്തും അവരാഭരണധാരികൾക്ക് കർത്തൃമേശ കൊടുക്കുകയും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ഒഴിച്ചുള്ളവരുടെ ഇടയിൽ ആഭരണവർജനം പഠിപ്പിക്കുകയും ചെയ്യുന്നില്ല. അതാ ഇരട്ടത്താപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലയോ നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങൾ? അതെ. കഴിഞ്ഞ കുമ്മനാട് കൺവെൻഷനിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് പാടിയൊരു നേപ്പാളിൽ നിന്ന് വന്ന് പാടിയൊരു സ്റ്റേജിൽ വന്ന് പാടിയപ്പം എന്നൊക്കെ ഉണ്ടായിരുന്ന അവരുടെ കയ്യിലും കാതയിലും നെക്കയിലും അവരെല്ലാം ആഭരണം ധരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുമ്മനാട് കൺവെൻഷനും ഇവിടെ പാടിയത്. അപ്പോഴാരും ഇതിന് എതിരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ മലയാളക്കരയിൽ
മലയാളികളായ വിശ്വാസികളുടെ ഇടയിൽ പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്ന ഒരു നല്ല സംസ്കാരമാണ് ആഭരണവർജനം. അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ആഭരണവർജനം കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ തുടരണമെന്നാണോ അവർ തരിച്ചോട്ടെന്നാണോ? ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ആ ഭാഗം കാണിച്ചില്ല. ഞാൻ തീർത്തു പറഞ്ഞു, ഇത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് എല്ലാ വിധത്തിലും അതാ നല്ലത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ആഭരണവർജനം എന്നുള്ളത് ഒരു ഡോക്ട്രിൻ എന്നുള്ളതിന് അപ്പുറം ഒരു കൾച്ചറൽ ഇഷ്യൂ. അതെ, ഡോക്ട്രിനായിട്ട് നമുക്ക് സ്ഥാപിക്കാനൊക്കത്തില്ല. പക്ഷേ നമ്മളെ ഇറ്റ്സ് ഗുഡ്, ഒരു നല്ല സംസ്കാരം. അതെ, ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ഫോർ അസ് ടു അഡോപ്റ്റ്. അപ്പോൾ താങ്കൾ പ്രിഫർ ചെയ്യുന്നത് എന്തുവാ? ആഭരണധാരണമാണോ ആഭരണവർജനമാണോ? ആഭരണം ഇടാതിരിക്കുന്നതാണ്. അപ്പോൾ മലയാളികളുടെ ഇടയിലും മറ്റു ഭാഷക്കാർക്ക് മനസ്സുണ്ടെങ്കിൽ അവർ ആഭരണം വർജിക്കട്ടെ.